ഇതാരവിടാന്നറിയാം. ഉമ്മർത്താളുണ്ട് രാഘേട്ട അല്ലേ? ആ നിങ്ങളെ എവിടുന്നാ വരുന്നേ? ഞങ്ങളെ ചേമ്പിലക്കാട് സുഭാഷ് ക്ലബിന്റെ വാർഷികമുണ്ട്, അതിന്റെ സംഭാവനക്ക് വന്ന. ചേമ്പലക്കാട് പള്ളിയിലെ കത്തീവ എന്നാ വരി ഇങ്ങട് കറി കുത്തിയിരുന്നാളെ. ഇവിടെ ഇരുന്ന ഇവിടെ പൊടി ഉണ്ട്. ഇവിടെ ഇരുന്നാള്, ഇവിടെ ഇരുന്നാൾ, പൊടി ഉണ്ട് ഇവിടെ. ഇവിടെ ഇരുന്നാൾ. അപ്പൊ എന്നാ വയല്? വയലല്ല, വാർഷികം. വാർഷിക? സുഭാഷ് ക്ലബിന്റെ വാർഷിക. വാർഷിക സമ്മേളനം. സുഭാഷിന്റെ? അതെ. എവിടുന്ന പെണ്ണ്? സുഭാഷ് ക്ലബ്ബ് അതിന്റെ വാർഷികാണ്. അപ്പൊ അതിന്റെ സംഭാവനക്ക് വന്നതാ ഞങ്ങള്. ആനണ്ട? ആന? ആന ഉണ്ടാവില്ലേ വെഞ്ചാമരം വീശണ വെള്ള ഇതില്? അമ്പലത്തിന്റെ പരിപാടിയല്ല. അല്ല അല്ല, ക്ലബിന്റെ പരിപാടി. ആനല്ല, ആനല്ലാണ്ടുള്ള ഇതല്ലേ ക്ലബിന്റെ. ആയിക്കോട്ടെ, സംഭാവന വേണം. മൊയ്തേ ഓൺ ഇവിടെ ഇല്ല. ഇല്ലേ? അവൻ ഡൽഹിക്ക് പോയേക്ക. ഡൽഹിക്ക? പാത്ര കച്ചവടല്ലേ? അതെയാ? ഡൽഹിന്ന് കൊണ്ടുവരാ. ഇവിടെ വീടുകളിലൊക്കെ കൊടുക്കുക, പീടികയിലൊക്കെ കൊടുക്കുക. എന്ത് പാത്രം? ഗർഭപാത്രം. അത് ഇന്ത്യന്റെ ആണ്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ചൈനയുടെ അല്ല. ഓനിക്ക് കൊറേ കാലായില്ലേ അതിന്റെ പണി തുടങ്ങിയിട്ട്. അപ്പൊ ഇങ്ങടെ ഇതെന്നാ പറഞ്ഞ കല്യാണം? കല്യാണല്ല, വാർഷിക സമ്മേളനം. വാർഷികം? ക്ലബിന്റെ. അത് ശരി. അതിന് സംഭാവന വേണം. അതിന്റെ സംഭാവന? ശരി. എത്ര വെച്ച് കൊടുക്കണ്ട ആൾക്കാർക്ക്? എത്ര വെച്ചാ കൊടുക്കണേ? അല്ല, കൊടുക്കാനല്ല, നമ്മള് സംഭാവന നിങ്ങളടുത്ത് പിരിപ്പിക്കാൻ വന്നാണ്. അവിടെ രണ്ടാള് കേട്ടോ, രണ്ടാൾക്കുള്ളത് മാത്രം കൊണ്ടുവന്നാ മതി. ചോറേ എല്ലാ ചന്താച്ചാലേ ആ നേർച്ചക്കുള്ള ചോറ് കൊണ്ടുവന്നിട്ട് ബനു ഒരു ലേശം തിന്നു പോയിട്ട് ഇക്കും വയറെന്ന് അറിഞ്ഞിട്ട് വീടുകളിലൊക്കെ എന്നെ കൊണ്ട് കൊടുത്തയച്ച് ഞാൻ കൊണ്ട് ഇറക്കുക. ഇവിടെ ഒക്കെ പഞ്ഞു വേണ്ട, ഇറച്ചി കൂട്ടണ്ട. അല്ല, ഇവിടെ വേറെ ആരും ഇല്ലേ? മൊയ്തുണ്ട്, ഓൻ KCB-ക്ക് പോയേക്കാ. ഡൽഹിക്ക് പോയി പറഞ്ഞു. ഇന്നോട് ചോദിക്കാണ്ട് ഡൽഹിക്കും പോയോ? അല്ല, നിങ്ങള് സുഭാഷ് ക്ലബിന്റെ വാർഷികത്തിന്റെ പിരിവിന് വന്നല്ലേ അല്ലേ? അതെ. അപ്പൊ അത് പിരിവ് വേണ്ട നിങ്ങക്ക്? വേണം. അതിപ്പോ എത്ര നിങ്ങൾ ഉദ്ദേശിക്കണേ? അതിപ്പോ നിങ്ങൾ തന്നെ അതെ, ഇഷ്ടമുള്ളൊരു സംഖ്യ, നല്ല ഒരു സംഖ്യ തന്നാ മതി. അതെ. അത് ഇന്നപ്പോ ഒരു 5000 ഉറുപ്പ്യ എഴുതാ. അതിന് കൂടുതലൊന്നും ഇപ്പൊ എന്റെ തരാനില്ല. മതി മതി. ആയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അതിനൊന്നും ഉള്ളതില്ല. അതുകൊണ്ടാണ് കേട്ടോ. പിള്ളേലൊക്കെ തൃപ്തിപ്പെടാനുള്ളപ്പൊക്കെ കൊടുത്തിരുന്ന തന്നെയാണ്. ആയിക്കോട്ടെ. ഇപ്പൊ ഇല്ലാത്തോണ്ടാ. അല്ല, ഇപ്പൊ 5000ന്റെ പകുതി ഉള്ളല്ലോ. പകുതി മതിയോ? അതായാലും മതി. ഇല്ല പിന്നെ എന്താ? മതിയില്ലേ? പകുതി ഉള്ളല്ലോ. ഉണ്ടെങ്കിൽ തന്നിരുന്ന് ആശുപത്രിയിലൊക്കെ പോവാനുള്ളതാണ്. അത് നിങ്ങൾ വെച്ചോളി, ഇത് ഞാൻ വെക്കാം. അതിന് ട്രാൻസ്ഫർ ഇല്ല. അപ്പൊ ഞങ്ങള് അത് നിങ്ങൾ എടുത്തോളി. ആരാണ്? ആരാവര്? ഇതാ മൊയ്ത് വന്നല്ലോ. നിങ്ങളൊരു സംഭാവനക്ക് വന്ന സുഭാഷ് ക്ലബിന്റെ വാർഷികം, അതിന്റെ ഒരു സംഭാവനക്ക് വന്ന ആ റെസീപ്റ്റ്. എന്ത് പണി ഞങ്ങൾ കാണിച്ചേ? അവര് സുഭാഷിന്റെ കല്യാണം വിളിക്കാൻ വന്ന. കല്യാണ കഥ കീറിയ ആരാ കീറി? ആരാ കീറിയെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെ, സുഖമില്ലാത്ത ആളാണ്. മുപ്പര് അറിയില്ല, നമ്മളറിയില്ല. അതെ, ഞാൻ പറമ്പിൽ വെച്ച് പണിയിലേനി. ഇത് എന്തിന്റെ സംഭാവന? ഇത് സുഭാഷ് ക്ലബിന്റെ വാർഷികമാണ്.
അതിന് വേണ്ടിയിട്ടുള്ള സംഭാവനയാണ്. അതെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ. എന്താ അറിയോ, ഈ പരിചാരക പെൻഷൻ തന്നെ കിട്ടിയില്ല, എനിക്ക് കിട്ടണ്ടാണേ. അപ്പൊ മൂപ്പർക്ക് കുറെ മരുന്നൊക്കെ മേടിക്കാണ്ട് അതിനൊന്നും കായില്ല ഇപ്പൊ അവിടെ. അപ്പൊ വയ്യാത്ത ഞങ്ങൾ അറിയില്ല. ഉണ്ടെങ്കിൽ തരേനി, പെൻഷൻ കിട്ടിയാൽ എന്തെങ്കിലും തരേ. പോയിക്കോളട്ടാ. ആ ആയിക്കോട്ടെ. നിങ്ങൾ എത്ര പവനാ കൊടുക്കണേ? ആ ആ മുണ്ടെടുത്ത് കുടിക്ക്. മുണ്ടാരാ അയക്കാൻ പറഞ്ഞേ? ആ മുണ്ട് കുടിക്ക്. എന്താണ് കൊടുക്ക്. നിങ്ങള് ചോറും ഇങ്ങോട്ട് കൊണ്ടുവരോ? ചോറ് പോരാ, സമയം കാണും. ഹലോ ഹലോ, ഇപ്പൊ കേക്കണ്ട? ഞാൻ സുഗതനാണേ, പ്യാരിജാതന്റെ അച്ഛൻ. ലോട്ടറി വിൽക്കണതല്ല, അത് ദേവരാജനല്ലേ. ഇത് പ്യാരിജാതൻ. ഈ കയ്യിനും കാലിനും ശേഷിയില്ലാണ്ട് വീട്ടിലെങ്ങനെ ഇരിക്കുന്ന സമയത്ത് വെള്ളപ്പൊക്കം വന്ന അതിൽ ഒലിച്ചു പോയിട്ട് നാട്ടുകാരെല്ലാവരും കൂടി രക്ഷപ്പെടുത്തി പ്യാരിജാതല്ലേ അവന്റെ അച്ഛൻ. അവിടെ പോയി അന്വേഷിക്കണം. ആ ശരി ശരി. അയ്യോ എന്താ പിടക്കണം? പിടിക്കാം. എനിക്ക് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്ന്? എടാ ഇങ്ങനെ വീണത് തലയും കുത്തിയ വീണെങ്കിൽ വെള്ളം കുടിച്ച ചത്തൂല്ലേ? തേകാണ്ട് മോനെ ഗുളിക കഴിച്ചില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തല കറങ്ങുന്ന അറിയില്ലേ? പിന്നെ എന്തിനാ ഈ പുറത്തിറങ്ങി നടക്കണേ? ഗുളിക കാശുമില്ലല്ലോ മോനെ, ഇനി ഗുളിക മേടിക്കാൻ ഇപ്പൊ എന്താ ചെയ്യാ? എന്റെ പൈസ ഇട്ടില്ല, എന്റെ പെൻഷന്റെ പൈസ ഇട്ടില്ലേ? എടാ നിന്റെ മാത്രല്ല, നിന്നെ പോലെ വയ്യാത്ത ആർക്കും പൈസ കിട്ടിയിട്ടില്ല. ഞാനിപ്പോ കുമാരനെ വിളിച്ചു വെച്ചു, അവന്റെ മകന് പൈസ വന്നു ഇല്ലാന്നാ പറയണ്. എന്റെ പെൻഷന്റെ പൈസ അവരെടുത്താ? എന്റെ പൈസ അവരെടുത്താ? ആരെടുക്കണ്? പെൻഷന്റെ പൈസ എടുത്താ അവര്? ഈച്ച എന്റെ പൈസ എടുത്താ ഞാൻ അവിടെ പക്കിയാൻ കുത്തിക്കുന്നു. ആദ്യം സ്വന്തമായിട്ട് നിക്കാൻ പഠിക്കും, എന്നിട്ടല്ലേ വല്ലോന്റെ പള്ളക്ക് കുത്തല്. നീച്ച കൊടുത്ത്. അതെ അച്ഛനെ സാമൂഹ്യക്ഷേമ മിഷനിൽ പോയിട്ടേ പെൻഷൻ വന്നൊന്നും നോക്കട്ടെ. എന്റെ പൈസ അച്ഛൻ പോയി നോക്കിട്ട് വരാം. അതുവരെ ഇത് പുറത്തൊന്നും ഇറങ്ങാണ്ട് അകത്തിരിക്കണട്ടാ. തേങ്ങ അച്ഛൻ പിന്നെ വന്ന് നടക്ക. എന്റെ പൈസ കൊല്ലു. കുളിക്കാ? ആ കഴിക്കാ. എന്നാ കഴിക്ക് കഴിക്ക്. എന്താ ബനിയ കഴിക്ക്. ബഞ്ഞ കഴിക്കാൻ? എന്താ ചോറ് കഴിക്കാൻ? ചോറ് കഴിക്കാൻ പോവാ. എന്താ ബഞ്ഞ? ചോറ് കഴിക്കാൻ പോടെ ഇവിടെ? ആ പിന്നെ കുളിച്ചിട്ടാണ് ചോറ് കഴിക്കാം. എന്താ കാട്ടുന്നത് മോൻ? ആ ഉണ്ണിയെ. ശാരദയോ? ആ എന്നെന്താ കുടുംബശ്രീ ഉണ്ടാ? ആരെയാ പറയുന്നത്? അത് ഉണ്ണിയാണ്. ഉസ്മാൻ കായുടെ മോനല്ലേ?
അതെ ഇല്ല പറഞ്ഞേക്ക് ആ ഡിമെൻഷൻ എന്ന് പറഞ്ഞ സൂക്കട് കുറച്ച് കൂടുതലാപ്പോ അതുകൊണ്ട് ഈ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുക ഓർമ്മക്കുറവൊക്കെ ഉണ്ട്. ആ സാധനം കൂടി കൊണ്ട് എന്റെ അച്ഛന്റെ പേര് മാറ്റില്ല. എന്തല്ലാന്ന് ചോറയിക്കാ ചവിട്ട് ഓൻ ചോറ് കഴിക്കാൻ വന്നല്ല, ചിട്ടിന്റെ പൈസ പഠിക്കാൻ വന്നല്ലേ. ഒരു കാര്യം ഞാൻ ചവിട്ടും കൊണ്ടൊക്കെ അടി കൊടുക്കും ഞാൻ. എന്റെ അച്ഛന്റെ ഒന്ന് അടങ്ങി സൂക്കേടുള്ള മനുഷ്യനല്ലോ. എന്ത് സുഖം, എന്റെ അച്ഛന്റെ പേര് മാറ്റാൻ വേണ്ടില്ല. എന്തൊക്കെ കോയക്കാ കാണിക്കണേ? എന്താ മൊയ്തൂനെ എന്താ ഇത്? പാട്ടല്ലേ, പ്ലാസ്റ്റിക്കിന്റെ പാട്ടല്ലേ? പാട്ടായാലും അതിന് പകരം പിക്കാസോ കൈക്കോട്ടോ എന്റെ ബേക്കറികൾ ഞാൻ തീർന്നോളാം. ചെയ്യൂല. പറയണേ? ഇവർ എത്ര കാലമായി ഞാൻ മുപ്പര കൂടെ എന്നെ അതുവരെ ഒന്നും കാട്ടിയില്ലല്ലോ. ആ ഇനി സമയമുണ്ട്. ഉണ്ണിയെ ആ ഒരു കാര്യം ഞാൻ പറയാം. ഇത് എന്താ പറയണേ? മോദിനൊന്നും പറഞ്ഞില്ല. ഓന്റെ ഡ്രസ് ഓനെ എവിടെയൊക്കെ പോകണ കുപ്പായൊക്കെ നനച്ചില്ല നിങ്ങള്. ചോറയിക്കാ എറിയാൻ പിടിക്കാനുള്ളതോടെ വെക്കി. ഓൻ ചോറുന്നാ വന്നല്ല അവിടെ. ഒരു കാര്യം ഞാൻ പറയാം. ആ പൈസ ഇങ്ങോട്ട് എടുക്ക് പോട്ടെ. ഉണ്ണിയെ കൈമിന് കായില്ല. ഇന്നെന്തിനു കൂടി നീ? ഞാൻ പറഞ്ഞേ കേക്ക്, പെൻഷൻ കിട്ടിയില്ല. ഞാൻ ഇന്നലെ മിഞ്ഞാന്നൊക്കെ പോയി കണ്ടത് ഓഫീസിൽ പോയിട്ട് പെൻഷൻ എത്തിയില്ലെങ്കിൽ ഇത് എനിക്ക് തരാൻ പറ്റുമോ? ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഈ വീട്ടിലേക്ക് ഞാൻ വരൂല. ആ ഗേറ്റിന്റെ അപ്പുറം അവിടെ നിന്നാല് ആളെ കൊണ്ട് തരാം. ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം. ബിരിയാണി കഴിക്കാ. ബിരിയാണി അല്ല, ഭാര്യയാണ് വിൽക്കുന്നത്. എന്നെ കൂടെ പോണിപ്പിക്കണ്ട വെറുതെ. പൊയ്ക്കോ ചെല്ല്. ചിട്ടി കൂടേണ്ട ആവശ്യമില്ല. പൈസ കൃത്യമായിട്ട് കിട്ടണം, അല്ലാണ്ടാവൂല. എന്ത് പണിയാണ് നിങ്ങൾ കാണിച്ചേ? കാര്യമില്ല. ഇന്ന് ലേറ്റ് ആണല്ലോ പതിവ് പോലെ. എന്ത് പറയാ മാഡം, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു വരുന്ന വഴിയില് ചെരുപ്പ് പൊട്ടി. എന്റെ ചെരുപ്പ് പൊട്ടി. പിന്നാട് അവിടെ ഒരു ആളിരിപ്പുണ്ട്, അയാളെ കൊടുത്ത് റിപ്പയർ ചെയ്യാൻ കൊടുത്തപ്പോ അയാള് 2-3 ചെരുപ്പ് വേറെ ചെയ്തിട്ടേ ചെയ്യുള്ളൂ. അങ്ങനെ ഒരു 15 to 20 minutes അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് നിന്നപ്പോ ലൈല വരാൻ ലേറ്റായി. മോശമാണേ. എന്റെ നാട്ടുകാരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും. ഷെരീഫ് സാർ, നിങ്ങൾ എന്നെ വിചാരിച്ചാ നിങ്ങൾ ബസ്സിനല്ലേ പറഞ്ഞേ? ബസ്സിന് നിങ്ങൾ വെയിറ്റ് ചെയ്യാറില്ലേ? ബസ്സായിരുന്നു. ഞാൻ പറഞ്ഞത് ഒന്നീ ലൈല അല്ലെങ്കിൽ പ്രജുഷ അല്ലെങ്കിൽ മഞ്ജുഷ. പെണ്ണുങ്ങളുടെ പേരുള്ളതിലേ വരുള്ളൂ. ആണുങ്ങളുടെ പേരിലുള്ള ബസ് വന്നാലും ഞാൻ അതിൽ കയറാം. അത് ഇല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? അതെ മാഡം, ഇന്ന് തേങ്ങാ ചമ്മന്തി കൊണ്ടുവന്നിട്ടുണ്ടേ? തേങ്ങ ഇല്ലായിരുന്നു ഇന്ന് വീട്ടില്, അതുകൊണ്ട് ഓംലെറ്റ് ആക്കി. അശ്ശോ, ഞാൻ തൈര് കൊണ്ടുവന്നു. ഞാൻ നിങ്ങൾ ചമ്മന്തി കൊണ്ടുവരുന്ന വെച്ച് തൈരും ചമ്മന്തി എല്ലാം കൂടി കൂട്ടിയിട്ട് പിന്നെ എൻ്റെ വൈഫ് വെണ്ടയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. കൊണ്ടാട്ടം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചമ്മന്തി കൂടി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, നമ്മളെ പ്രശ്നവും തേങ്ങയില്ല. ഇവിടെ എന്റെ കായ് കിട്ടിയില്ലേ? കായ് എന്ന് പറഞ്ഞ പൈസ. അതായത് ഞാൻ കഴിഞ്ഞ 6 വർഷമായിട്ടേ ഇങ്ങനെ കിടപ്പിലായ കോയ എന്ന് പറഞ്ഞ രോഗീനെ പരിചരിക്കുന്ന ആളാണ്. അപ്പൊ അതിനൊരു 600 റുപ്യ നമുക്ക് മാസത്തിൽ കിട്ടുമല്ലോ. അത് കിട്ടില്ല. അത് ഇപ്പൊ ഒരു ഗവൺമെന്റിൽ നിന്നുള്ള മിസ്റ്റേക്ക്. അത് എല്ലാ പെൻഷൻകാർക്കും ഒരു 2-3 മാസം പെൻഡിങ് ഉണ്ട്. അത് ഒരുമിച്ച് കിട്ടിക്കോളും, കുഴപ്പമില്ല. ഇതിപ്പോ നമ്മൾ 600 റുപ്യ ഉള്ളു മാസത്തിൽ. 6000 റുപ്യ 60,000 റുപ്യ ചോദിക്കുന്നില്ലല്ലോ. സാറിനെ കണ്ടാ മതി കേട്ടോ. ഡീൽ ചെയ്തേക്കണേ. നിങ്ങൾ ആ ചെയർ എവിടെ ഇത്? അത് ആ മാഡത്തിന്റെ അവിടുത്തെ ചെയറാണ്. എന്നെ ഇവിടെ സംസാരിക്കാനുള്ള ചെയർ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ അത് ഇട്ടിട്ട് സംസാരിക്കാം. എന്താ നിങ്ങളെ പ്രശ്നം? ഞാൻ പരിചാരകനാ. എന്താ പരിചാരക? പറയൂ, നിങ്ങളുടെ പ്രോബ്ലം പറയൂ. പരിചാരകന്റെ പേരല്ല. പിന്നെ നിങ്ങൾ ഞാൻ സുഖമില്ലാത്ത ഒരാളെ നോക്കുന്ന പരിചാരകനാ. കെയർ ടേക്കർ ആണ് നിങ്ങൾ അല്ലേ? അത് പറയൂ. ഇനിയിപ്പോ എന്താ പ്രശ്നം? ഈ നോക്കണേല് 600 റുപ്യ തോതിൽ കിട്ടല്ലേ മാസത്തിലേ? കഴിഞ്ഞ 6 കൊല്ലമായിട്ട് ഞാൻ നോക്കണ മൂപ്പരെ. അതെ അല്ലേ? ഇപ്പൊ ഒരു 2-3 മാസമായിട്ട് ഈ 600 റുപ്യ കിട്ടുന്നില്ല. എന്റെ പേര് പറഞ്ഞേ? പേര് കോയ. അപ്പൊ കോയാണ്. ഞാൻ കോയല്ല. പിന്നെ നിങ്ങളല്ല ഇപ്പൊ പറഞ്ഞ കോയാണ്? അത് കിടക്കുന്ന ആള്. ഞാൻ മൊയ്തു. ശരി, നിങ്ങൾ മൊയ്തു. മൊയ്തു അല്ല, മൊയ്തു ആണ്. അന്ന മൊയ്തു. മൊയ്തു, നിങ്ങൾ ഒരു കാര്യം ചെയ്യും. നിങ്ങൾ ഇവിടെ ഇരുന്ന് വെറുതെ സംസാരിച്ചിട്ട് കാര്യമില്ല. ഞങ്ങളുടെ ഡയറക്ടർ സാർ അപ്പുറത്തുണ്ട്. എവിടെ? അപ്പുറത്ത് പോകുമ്പോ അവിടെ ഒരു ക്യാബിൻ ഉണ്ട്. ഡയറക്ടർ സാർ സത്യശീലൻ സാറാ. നിങ്ങൾ സാറിനെ പോയി കാണും. സാറ് തരുമോ? സാറ് തരും. അതിനുള്ള കാര്യം സാറ് പറയും. നേരെ ഇടിച്ചു ചെന്ന് റൂമിൽ കയറില്ല. അവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വിളിച്ചോളും കേട്ടോ. പിന്നെ കുറച്ച് ആൾക്കാർ തിരക്കുണ്ട്. താഴെ നമ്മൾ അറുമ്പുകൊണ്ട് ഒരാളുടെ ടീ ഷോപ്പ് ഉണ്ട്. അവിടെ പോയി നല്ല സുഖിയനും നല്ല ടീ, ഒരു ടീ കടിച്ചിട്ടോ. കായൊന്നും ഇപ്പൊ വേണ്ട സാറേ, കായ് കിട്ടിയിട്ട് അപ്പോഴത്തേക്ക് സാറ് ഫ്രീ ആവും. ഞാൻ നിന്നോളാം. ശരി, എന്നാ നിന്നു. സുമിത്ര മാഡം, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്?
ഈ കാശ് കിട്ടാനുള്ള ആൾക്കാർ വരുമ്പോൾ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്ത് വിടുന്നേ, നേരെ സാറിന്റെ അടുത്തോട്ട് വിട്ടാ പോരെ. അതിപ്പോ സാറിനായാലും ചെയ്യാലോ. എന്തിനാ അതിന്റെ കാര്യം? നിങ്ങൾ എറണാകുളത്ത് പോലുള്ള ആളിനെ പാലക്കാട് പോയിട്ട് പിന്നെ എറണാകുളത്തേക്ക് വരാൻ പറയണ്ട, ഡയറക്റ്റ് എറണാകുളത്തേക്ക് വിടണം. എന്റെ സാറ് ലേറ്റ് ആയിട്ട് വന്നിട്ട് വെറുതെ വഴക്കുണ്ടാക്കാൻ നിൽക്കില്ല. ഞാൻ ലേറ്റ് ആവുന്നതാണ് നിങ്ങളുടെ പ്രോബ്ലം അല്ലേ? ഉച്ചയ്ക്ക് ചോറിനാ വന്ന വെണ്ടയ്ക്ക കൊണ്ടാട്ടം തരില്ല. എനിക്ക് വേണ്ട. ആ മനമടിക്കുമ്പോ ചോദിക്കല്ലേ. നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ. ഓ, എന്താണ്? എന്റെ മോൻ പ്യാരിജാതനെ ആ ഇപ്പൊ ഒരു 3-4 മാസമായിട്ട് പൈസ ഒന്നും കിട്ടുന്നില്ല. എന്ത് ചെയ്യുന്നു പ്യാരിജാതൻ? അവൻ ഒരു അംഗപരിമിതനാണേ. ഇത് ഹാൻഡിക്യാപ്ഡ്? അതെ. അപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ വെള്ളപ്പൊക്കം വന്നപ്പോ അതിലെന്റെ കുട്ടി ഒലിച്ചുപോയി. എന്നിട്ടൊരു പാറയിൽ ചെന്ന് തങ്ങിയിട്ട് നാട്ടുകാരെല്ലാരും കൂട്ടിയിട്ട് രക്ഷപ്പെടുത്തി കൊടുത്തത്. അപ്പൊ ഈ പ്രകൃതി ദുരന്തത്തിൽ പെട്ടിട്ടുള്ള അംഗവൈകല്യമുള്ളവർക്ക് സർക്കാരിന് മാസം മാസം ധനസഹായം ഉണ്ടല്ലോ. ഉണ്ട്. അതൊരു 3-4 മാസമായിട്ട് കിട്ടുന്നില്ല. അല്ല അത് തന്നെ, അത് നമ്മുടെ ആയിരിക്കുന്ന മാഡം ഇല്ലേ, മാഡത്തിനോട് പറഞ്ഞ മാഡമാണ് കുറച്ചുകൂടെ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരും. നമസ്കാരം മാഡം. എന്റെ പേര് സുഗതൻ. ഞാൻ കേട്ടു. എന്റെ മോൻ പ്യാരിജാതനൊരു അത് അംഗപരിമിതനാണ്. ഞാൻ കേട്ടു. കേട്ടോ? കേട്ടു. അവനിപ്പോ 35 വയസ്സായി. അത് ഞാൻ കേട്ടു. അല്ല, അത് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, വയ്യാത്ത കാര്യം പറഞ്ഞല്ലേ? വയ്യാത്ത കാര്യം പറഞ്ഞു. അവന്റെ പ്രായം ഞാൻ പറഞ്ഞു സാർ. ഞാൻ ചോദിച്ചില്ലല്ലോ. ഇല്ല, അത് പറഞ്ഞിട്ടില്ല. അച്ഛനൊരു കാര്യം ചെയ്താൽ മതി. അകത്ത് സാറ് ഇരിപ്പുണ്ട്, ഡയറക്ടർ സാർ ഇരിപ്പുണ്ട്. വേറെ സാർ? ആ സാറുണ്ട്. സാറിനെ പോയി കണ്ടാൽ മതി കേട്ടോ. ആ. പിന്നെ ഇടിച്ചു കയറി ചെല്ലണ്ട. ഇതിന് മുമ്പ് വന്നവരോട് വെയിറ്റ് ചെയ്യുന്നുണ്ട് പുറത്ത്. അപ്പൊ അവിടെ നിന്നാ മതി. സാറ് വിളിക്കുമ്പോ അകത്ത് കയറി കണ്ടാൽ മതി. സാറ് പൈസ തരൂല്ലേ? സാറിനെ കണ്ടാൽ മതി. അതുവഴി പോയാൽ മതി കേട്ടോ. ഹലോ നിങ്ങളെ, സാറിന് നല്ല തിരക്കുണ്ട് അവിടെ. അതെ. അപ്പൊ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണമല്ലോ. താഴെ അറുമുഖൻ എന്ന് പറഞ്ഞ ഒരാളിന് നല്ല ടീ ഷോപ്പ് ഉണ്ട്. അവിടെ നല്ല ടീം, നല്ല മസാല ബോണ്ടയുണ്ട്. ഒന്ന് കഴിച്ചിട്ട് വാ. അതെ. സാറിന്റെ പേരെന്താ? മന്മഥൻ. മന്മഥൻ സാർ പൈസ തരുന്നു പറഞ്ഞാൽ മതിയില്ലേ? ശരി. അല്ല, അത് ടീ ഷോപ്പ് ഇന്ന് തുറന്നിട്ടില്ല. ഞാൻ ഇപ്പഴാ ഓർത്തെ, ഇന്ന് അവധിയാ. അവിടെ സാറിന് വെയിറ്റ് ചെയ്യും. പൊക്കോളൂ. എറണാകുളം പോയേണ്ട ആളിനെ പാലക്കാട് വിട്ടിട്ട് അവിടെ നിന്ന് എന്തിനാ എറണാകുളത്തേക്ക് വിടണേ? നേരെ എറണാകുളത്തേക്ക് വിട്ടാ പോരെ? വെണ്ടയ്ക്ക കൊണ്ടാട്ടം തരാനാ? വേണ്ട, കുറച്ച് തന്നെ തിന്നാ